വീവ് ചെയ്ത ക്ലോത്ത് എങ്ങനെയാണെന്ന് ഇപ്പോൾ അത് എവിടെ വീവ് ചെയ്താലും വീവ് ചെയ്ത ക്ലോത്തിനൊരു ഹാൻഡ് മെയ്ഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഹാൻഡ് മെയ്ഡ് കാണുമ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെതായ ഒരു ഒറിജിനൽ ഇത് ഒറിജിനൽ. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം, എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഓൺലൈനിലാണ്. കേരള സാരി എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അത്രയും ഗോൾഡ് അതിൽ ചേരുന്നതുകൊണ്ടാണ് ആ ഒരു റേറ്റ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പോലെ ഒരു സാരി വീവ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 days എങ്കിലും എടുക്കും. ഒരു ഭംഗിയില്ലാത്ത സാധനം നമ്മൾ എത്ര വാല്യൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ ഒരു ഷിയർ എലഗൻസ്, ആ ഒരു ഈ ഹാൻഡ്ലൂം പവർലൂം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മേക്കിംഗ് പ്രോസസ്സ് തന്നെ ഡിഫറെൻ്റ് ആണ്. പിന്നെ യൂസ് ചെയ്യുന്ന കസവിൻ്റെ ക്വാളിറ്റി, ഒറിജിനൽ എന്ന് പറയുന്ന ആ സാധനം, പിന്നെ അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഉണക്ക് പാവ് എന്ന് പറയുമ്പോഴത്തേക്കും റൈസ് സ്റ്റാർച്ചിൽ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്ത് സ്ട്രീറ്റ് സൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഹാൻഡ്ലൂം ചെയ്യുന്നത്. കാഞ്ചീപുരത്തെ അവിടുത്തെ ഒരു വൈബ് വേറെയാണ്. ദ വേ ദ ഹാൻഡിൽ ദ സാരി, അത് കാണേണ്ട ഒരു കാഴ്ച. കാരണം ടേക്ക് കെയർ ഓഫ് സാരി ലൈക്ക് എ ബേബി, ഭയങ്കര ഒരു ഫീലാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയണമെങ്കിൽ 2 മാസം കൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്തൊരു സ്ഥാപനം വെറും 2 മാസം കൊണ്ട് വളരെ ആളുകളുടെ ഇടയിലേക്ക് എത്തി ഭയങ്കര സംസാര വിഷയമായി ഭയങ്കര ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ബിസിനസ് ഇൻ്റർവ്യൂസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന, ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനത്തെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ പുറകിലൊരു പാരമ്പര്യത്തിൻ്റെ കഥയൊക്കെ ഉണ്ട്. അതെല്ലാം വരാം. ലൂംസ് ഇന്ത്യ കസവ് സിൽക്ക് സാരീസ്, ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ നമ്മളോടൊപ്പം ചേരുന്നത് ഇതിൻ്റെ അമരക്കാരി നമ്മുടെ സ്വന്തം ഡോക്ടർ ഐശ്വര്യ ലക്ഷ്മി. നമസ്കാരം, വെൽക്കം ടു യുവർ ഷോ. താങ്ക് യു. ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ 2 മാസം കൊണ്ട് ഇത്രയും ട്രെൻഡ് ഉണ്ടാക്കിയത്? ആളുകൾക്കൊരു എന്നോട് ചോദിക്കുന്നു എങ്ങനെയാണെന്ന്. ഇപ്പൊ ഈ 2 മാസം കൊണ്ടൊക്കെ ഇങ്ങനെ ട്രെൻഡായെന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ് ഈ സ്ഥാപനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, കുറേ വർഷമായിട്ടുള്ള പ്ലാനിങ് ആണ്. ഇന്നലെ ആലോചിച്ചെന്ന് ഉണ്ടാക്കിയ ഷോപ്പ് അങ്ങനെയല്ല. കുറേ വർഷം മീൻസ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛൻ പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ലൂംസ് ഇന്ത്യ. അച്ഛൻ്റെ സ്ഥാപനമായിരുന്നു, പക്ഷേ ഹീ കുഡ്ന്റ് കണ്ടിന്യൂ. അപ്പോൾ അത് എപ്പോഴും ഒരു ഡ്രീമായിട്ട്, ഐ തിങ്ക് ഒരു ഫാമിലിയുടെ ഫുൾ ഡ്രീം ആയിരുന്ന ഒരു സാധനം പെട്ടെന്ന് നമ്മൾ അതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഷോപ്പാക്കി. അതാണ് സ്റ്റാർട്ടിങ് ഓഫ് ലൂംസ് ഇന്ത്യ. ആക്ച്വലി അതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ വിചാരിച്ചു ഇനി ലേറ്റ് ആയിക്കൂടാ, ഇത് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് നമ്മുടെ കേരള ഈസ് ബീങ് റോങ്ലി റെപ്രസെൻറ്റഡ്. നമ്മുടെ സാരി വൈസ് ആയാലും നമ്മുടെ ഒതൻറ്റിക് ഒരു ഹാൻഡ്ലൂം സാരി കറക്റ്റായിട്ട് ആരും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ലൂംസിൻ്റെ ആക്ച്വലി ഉണ്ടായത്. അപ്പോൾ അത് ബിക്കോസ് ഞാൻ ഇതിൽ വളർന്നു വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയാം കേരള സാരി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എലഗൻസ് ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ ഈവൻ വെൻ സെലിബ്രിറ്റീസ് കം ടു വിസിറ്റ് അവർ പ്ലേസ്, അപ്പോൾ അവർ ഞാൻ വിചാരിക്കും വൈ കാൻ ദേ ഗീവ് ദം എ പ്യുവർ ഹാൻഡ്ലൂം സാരി? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ കാൻ അഫോർഡ് ഓർ എനിത്തിങ് അല്ലേ. വൈ കാൻ someone give them that? ആ ഒരു തോട്ടിൽ നിന്നാണ് ലൂംസ് ഇന്ത്യ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുത്തച്ഛനായിട്ട് തുടങ്ങിയൊരു സ്ഥാപനം ഇടയ്ക്ക് വെച്ചിട്ട് അത് നിന്നുപോയി. ആ പാരമ്പര്യം നിലനിർത്താൻ ആരും ഉണ്ടായില്ല. പിന്നെ അത് ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്കൊന്നും പറ്റാത്തത് അവൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നില്ല? അത്യാവശ്യം ടെൻഷനല്ല ആക്ച്വലി. എല്ലാവരും പറയില്ലേ, ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ബിസിനസ് വേണം. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി ഈസ് ലൈക്ക്, എൻ്റെ കസിൻസ് ആയാലും ദേ വെർ ലൈക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. ആരും എൻ്റെ അടുത്ത് നോ അല്ലെങ്കിൽ നീ ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ദേ വെർ ഓൾ വെരി സപ്പോർട്ട്. ഈവൻ ഇപ്പം തന്നെ ഞാൻ എൻ്റെ പേജിൽ ഒരു ഫോട്ടോ വീഡിയോ ഇട്ട് ഫസ്റ്റ് ഷെയർ ചെയ്ത് എനിക്ക് മുമ്പേ ഷെയർ ചെയ്യുന്ന എൻ്റെ കസിൻസൊക്കെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് I have a strong background, like strong people supporting me. Okay, ഇത്രയും പേരുടെ സപ്പോർട്ട് ഒന്നും പേടിക്കാനില്ല. അങ്ങ് ഇറങ്ങി നമ്മൾ. ഓക്കെ, നമ്മളിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, ഓക്കെ, നമ്മൾ ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയൊരു മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നു വരില്ല. ചിലപ്പോൾ സാധാരണ എല്ലാ സ്ഥാപനങ്ങളിലും ആ ഇനോഗ്രേഷൻ ടൈമിൽ ഭയങ്കരമായിട്ട് കുറച്ച് സെയിൽ അറിയാവുന്നവരൊക്കെ വന്നിട്ട് പിന്നെ ആളുകളിലേക്ക് അറിഞ്ഞു വരാൻ കുറച്ച് ഗ്യാപ്പ് എടുക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു ഗ്യാപ്പ് തന്നെയായിരിക്കും. അപ്പോഴാണ് പലരും ടെൻഷൻ ആവുക. അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് ഉണ്ടായിരുന്നോ? ഇതുവരെ ഇല്ല. അപ്പൊ നമ്മൾ കറക്റ്റ് പ്ലാനിലാണ് എല്ലാം ഇതുവരെ എത്തിയേക്കുന്നത്. പ്ലാൻ ഓർ ലക്ക് വി കാൻ സേ. തീർച്ചയായിട്ടും. അപ്പൊ ഇതിലേക്കുള്ള സ്റ്റോക്ക് എല്ലാം എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കാഞ്ചീപുരം എല്ലാം നമ്മൾ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ആരാണ് ഇതിനെ വേണ്ടിയിട്ടൊക്കെ ട്രാവൽ ചെയ്യണമല്ലോ എന്തായാലും ഇതിന്റെ പുറകെ? ആരാണ് ഇതിന്റെ പുറകെ ട്രാവൽ ചെയ്യാനും എല്ലാം കൂടെ വരുന്നത്? എൻ്റെ കൂടെ അച്ഛനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അച്ഛൻ്റെയും എൻ്റെ ഡ്രീം പോലെ തന്നെയാണ് അച്ഛൻ്റെയും ഒരു വലിയ ഡ്രീം ആയിരുന്നു. ഓക്കെ. അപ്പോൾ എല്ലാത്തിനും ഈവൻ ദോ ഐ ആം ദ ഫേസ്, ഹി ഈസ് ദ മാൻ ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ. നമ്മളിപ്പോ ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യവും. നമുക്ക് അതിന് വേറെ ആരും വിളിക്കണ്ട, അച്ഛനെ തന്നെ മതി. കാരണം അച്ഛനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അച്ഛനും അതിന്റെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിയാം, ആ ക്വാളിറ്റി ഇതൊക്കെ അറിയായിരിക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞു തരാറുണ്ടോ ഇതാണ് നല്ലത്? അച്ഛനുണ്ട്, പിന്നെ എൻ്റെ കസിൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ ഹോൾ ഫാമിലിയുടെ ഒരു അച്ഛൻ ഹാസ് ലൈക്ക് 9 siblings. ഓ, ഓക്കെ ഓക്കെ. ഇവരുടെ 8 siblings. ഓക്കെ. അപ്പൊ ഇത്ര 8 പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം നമ്മൾക്ക് ഒരു സൈഡിലുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവന്നെ. ഇപ്പൊ അച്ഛനായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ഈ ഏറ്റവും ആധുനിക ടെക്നോളജിയും അന്നത്തെയും തമ്മിലുള്ള മാറ്റങ്ങൾ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? മാറ്റങ്ങൾ നമ്മുടെ ഈ ക്ലോത്തിന്റെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയുടെ ആണെങ്കിലോ അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന മെഷീനറീസിന്റെയോ അതിന്റെ മാറ്റങ്ങൾ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് പ്യുവർ ഗോൾഡ്, പ്യുവർ സെറിയിൽ, പ്യുവർ കസവിൽ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. പ്യുവർ കസവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഫുൾ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത്, ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് 5 gram ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് പ്യുവർ കസവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഡിഫറൻസ് വിൽ ബി വെരി ഹൈ. അന്നത്തെ കാലത്ത് ദേ കുഡ് ഡു ഇറ്റ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് അഫോർഡബിലിറ്റി എല്ലാം പ്രശ്നം വരും, എല്ലാം മാറി. ഇപ്പം നമ്മൾ സിൽവർ കണ്ടന്റ് കൂടുതലുള്ള കസവാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ബട്ട് വി ഡു ഹാവ് പ്യുവർ കസവ് ഓൾസോ. ഓക്കെ. ഇപ്പോൾ ഓക്കെ. ഒരു ഡൗട്ട് കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ അന്നത്തെ രണ്ടിന് വ്യത്യാസങ്ങൾ ഒരുപാട് പറഞ്ഞല്ലോ. ഈ ക്ലോത്തിന്റെ ആണെങ്കിലും എല്ലാ മാറ്റങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, എല്ലാം ഹൈ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതേപോലെ യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഭയങ്കര ഒരു എമൗണ്ട് നമ്മൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രണ്ടും ഉണ്ട് നമ്മുടെ അടുത്ത്. പ്യുവർ കസവിൻ്റെ ഉണ്ട്. ബിക്കോസ് ബ്രൈഡ്സ് എല്ലാം ഒബ്വിയസ്ലി ദേ വോണ്ട് സംതിങ് ഗ്രാൻഡർ, അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ളത് തന്നെ ഉടുക്കണം എന്ന് ഉള്ളവരുണ്ടല്ലോ. ചില ഫങ്ഷൻസിനൊക്കെ നമുക്ക് പ്യുവർ തന്നെ ഉടുക്കണം എന്ന് ഉള്ളൊരിതുണ്ടാവും. തീർച്ചയായിട്ടും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് സെയിം സിൽവർ കണ്ട വലിയ ഡിഫറൻസ് തോന്നില്ല. പക്ഷെ പ്യുവർ ഈസ് ഒബ്വിയസ്ലി പ്യുവർ. പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് കുറച്ച് സിൽവർ കണ്ടന്റ്, സിൽവർ വരുന്ന ഇതിൽ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി റേറ്റ് കുറവ്. അതായത് ഒരാൾക്കൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള റേറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഹാൻഡ്ലൂമിന്റെ കോസ്റ്റ് ഒബ്വിയസ്ലി വരും, ബിക്കോസ് സമ്മൺ ഈസ് സിറ്റിംഗ് ആൻഡ് വീവിംഗ് ഇറ്റ് ഫോർ യു. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു മാൻ പവറിന്റെ കോസ്റ്റ് വരും, പിന്നെ സിൽവറിന്റെ കോസ്റ്റും വരും. ഓക്കെ. പക്ഷെ ഗോൾഡിന്റെ കോസ്റ്റ് വരത്തില്ല. യെസ്. ഇതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താ അറിയുമോ? നമ്മൾ കേരളത്തിലെ കൈത്തറിയുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ബാലരാമപുരം ഇതിനൊരു വലിയൊരു പേര് തന്നെയുണ്ട്. എപ്പോഴും നമുക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു ഏരിയയാണ് അത്. അതിന്റെ ഹിസ്റ്ററിയിലെ ഒരു ഭാഗമാണ് മുത്തച്ഛൻ, അല്ലേ? ശരിക്കും അത് അടുത്ത ബാലരാമപുരം അടുത്ത് തന്നെ. അച്ഛന്റെ സ്ഥലം ബാലരാമപുരമാണ്. അച്ഛന്റെ അച്ഛനും ഇത് തന്നെയായിരുന്നു ബിസിനസ്. അച്ഛൻ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന മെയിൻ ആൾക്കാരിൽ ഒന്നാണ്. അപ്പോൾ ചെറിയ പാരമ്പര്യമല്ല, നമ്മളിതൊരു പരസ്യത്തിന് വേണ്ടി പറയുന്ന പാരമ്പര്യമല്ല, ഇത് റിയൽ ആയിട്ടുള്ള, അല്ലേ? ഓക്കെ. ആ ഒരു കൈപുണ്യം എല്ലാം ഇപ്പോഴും പകർന്നു വരട്ടെ, ഈ തലമുറയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമുക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുള്ള ഈ റിസൾട്ട്. എന്തായാലും ഇപ്പോ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി അത് മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പം ഈ പറയുന്ന പോലെ അച്ഛനും എല്ലാവരും കൂടെയുണ്ട്. എന്നാലും നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ ഉപയോഗിച്ചൊക്കെ നോക്കണം നമ്മൾ.
പ്രത്യേകിച്ച് എൻ്റെ സ്ഥാപനത്തിലെ ഒരു കസ്റ്റമർക്ക് ഞാൻ 100% വിശ്വാസത്തിൽ ഇത് കൊടുക്കണമെങ്കിൽ എനിക്കൊരു ധൈര്യം വേണം ആദ്യം. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് സ്പോട്ടിൽ പോയി എത്തുന്നത്? കറക്റ്റ് നല്ല നല്ല ഈ പറയുന്ന 100% ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വീവ് ചെയ്ത ക്ലോത്ത് എങ്ങനെയാണെന്ന് ഇപ്പോൾ അത് എവിടെ വീവ് ചെയ്താലും വീവ് ചെയ്ത ക്ലോത്തിനൊരു ഹാൻഡ് മെയ്ഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഹാൻഡ് മെയ്ഡ് കാണുമ്പോൾ അത് മനസ്സിലാവും. ആ ഒരു അതിൻ്റെ ഒരു ഷിയർ എലഗൻസ് ഒക്കെ അത് ഹാൻഡ്ലൂമിന് മാത്രമേ കാണുള്ളൂ. വേറെ ഒന്നിനും അതിനെ എന്താ ചെയ്യാൻ പറ്റും, അതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഐ മീൻ ലൈക്ക് അതിനൊരു അതിൻ്റെതായ ഒരു ഒറിജിനൽ ഈസ് ഒറിജിനൽ. ഇപ്പൊ നമ്മൾ എത്ര അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറിജിനൽ ഈസ് ഒറിജിനൽ എന്തിൻ്റെ ആയാലും. തീർച്ചയായിട്ടും. ഇപ്പോ നമുക്കൊക്കെ അഭിമാനമാണ് കേരളത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ബാലരാമപുരം കൈത്തറീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനമാണ്. എവിടെയും അത് ഓൾ ഓവർ ദ വേൾഡ് എവിടെയും അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പുറകിൽ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം, എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഓൺലൈനിലാണ്. ഓൺലൈനിൽ പലരും, അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു സാരി, എക്സാമ്പിൾ 1 ലക്ഷം രൂപയുടെ സാരി ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് അതൊരു 15,000 രൂപയ്ക്ക് നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും അതിൽ വീഴാറുണ്ട്. എങ്ങനെയാണ് അത് ആളുകൾക്കൊന്നും മനസ്സിലാക്കി കൊടുക്കുക? ഇത് ഒറിജിനൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ സാരി എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും ഗോൾഡ് കണ്ടന്റോ ആ വീവ് ചെയ്ത് നമ്മുടെ കസവായാലും എന്തായാലും ഇപ്പോൾ കേരള സാരി എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അത്രയും ഗോൾഡ് അതിൽ ചേരുന്നതുകൊണ്ടാണ് ആ ഒരു റേറ്റ്. പിന്നെ ഇപ്പോൾ ഒരു നമുക്ക് റെഗുലർ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പോലെ ഒരു സാരി വീവ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 days എങ്കിലും എടുക്കും മിനിമം. ഒരു 5 days എടുക്കും ഒരു സാരി ചെയ്യാൻ. കേരള കസവ് സാരി ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 5 days മിനിമം എടുക്കും. അപ്പോൾ ഒരു 5 days മിനിമം വേജസ് അതിനുണ്ട്. 5 days എങ്കിലും. അപ്പോൾ അതിന്റെ എക്സ്പെൻസും കൂടി ഇത് വാട്ട് വി സേ ഇപ്പോൾ എല്ലാവരും പറയില്ല ദിസ് ഇസ് നോട്ട് എക്സ്പെൻസീവ്, ഇറ്റ്സ് കോസ്റ്റ്ലി. ബിക്കോസ് അതിന്റെ പുറകിൽ അത്രയും ഹാർഡ് വർക്ക്. ഇതിന്റെ നമ്മുടെ ഉണക്ക് പാവ് എന്നാണ് നമ്മുടെ ബാലരാമപുരം കൈത്തറിയുടെ സ്പെഷ്യാലിറ്റി. നമ്മൾ ഉണക്ക് പാവ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ആ സാരി ഉണക്ക് പാവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സാരി വീവ് ചെയ്യുന്നത്. ഈ ഉണക്ക് പാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസ് വാട്ടർ സ്റ്റാർച്ച് ഇല്ലേ, കഞ്ഞിപ്പശ എന്ന് പറയും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രീറ്റ് സൈസിങ് ചെയ്ത് ആ ത്രെഡ് ഉപയോഗിച്ച് നെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഉണക്ക് പാവ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു കഞ്ഞിപ്പശ മാത്രമല്ല കോക്കനട്ട് ഓയിലും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും എന്താ പറയുക, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സാരി ഉണ്ടാകുന്നത്. അതിന് മാത്രമേ അങ്ങനെ ആ പശ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആ സാരിക്ക് ആ ഹാൻഡ്ലൂമിന് ആ ഒരു ഭംഗി വരുന്നത്, വാല്യൂ വരുന്നത്. ഒരു ഭംഗിയില്ലാത്ത സാധനം നമ്മൾ എത്ര വാല്യൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ ഒരു ഷിയർ എലഗൻസ്, ആ ഒരു സാരി ഇപ്പൊ കണ്ടാൽ അറിയാം ആ ഒരു തിക്നെസ്, അതിൻ്റെ ആ ഒരു വൈബ്രൻസി ഒക്കെ വേറൊന്നിനും കിട്ടത്തില്ല. നിങ്ങളിപ്പോ എത്ര ഫേക്ക് എന്ന് പറഞ്ഞാലും അറിയാവുന്നവർക്ക് അറിയാം. ഓക്കെ, നമുക്കിപ്പോ ഓൺലൈൻ സർവീസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഓൺലൈൻ സർവീസ് ഒക്കെ ഉണ്ട്. ആളുകൾക്ക് എവിടെ നിന്നാണ് കൂടുതലായിട്ട്? നമുക്ക് അധികവും പുറത്തുനിന്നാണ് വരുന്നത്. US UK അങ്ങനെയൊക്കെയാണ് അധികം കസ്റ്റമേഴ്സ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു കസ്റ്റമർ എത്തേണ്ടത്? നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? മൾട്ടിപ്പിൾ ഓപ്ഷൻ. നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ത്രൂ എല്ലാം നമ്മൾ ഓർഡേഴ്സ് റിസീവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് നമുക്കുണ്ട്. പ്ലസ് നമുക്ക് നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് നേരിട്ട് വന്നാൽ തന്നെ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി, ഇതിൻ്റെ ഇപ്പോൾ യൂണിഫോമിറ്റി, ഇപ്പോൾ ഒരു കല്യാണമാണെങ്കിലും പല പല ഫങ്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരേപോലത്തെ ഡ്രസ്സുകൾ കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു 10 സാരി ഇതേപോലത്തെ വേണം എന്നുണ്ടെങ്കിൽ എത്ര ദിവസം മുമ്പ് പറയണം? 20 days മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് 20 days മുമ്പ്. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണോ? അങ്ങനത്തെ ഓർഡറുകളൊക്കെ നമ്മൾ കസ്റ്റമൈസേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ 20 daysനകത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി ഒറ്റ കാര്യം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു സാരി ഉണ്ടാക്കി ഇപ്പോൾ ഒരു സാരി കസ്റ്റമർ മേടിക്കുകയാണെങ്കിൽ പണ്ടത്തെ സാഹചര്യമല്ല, വാഷ് ചെയ്യുന്നതും അത് കെയർ ചെയ്തെടുത്ത് വെക്കുന്നതും എല്ലാം പഴയ പോലെ ഒന്നുമല്ല.
പണ്ടെല്ലാം വളരെ മനോഹരമായിട്ട് നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ട് അത് എടുത്താലും ഒരു കേടുകൂടാതെ ഇരിക്കുമായിരുന്നു. അത് ചിലപ്പോൾ അന്ന് യൂസ് ചെയ്യുന്ന അത് വാഷ് ചെയ്യുന്ന രീതിയുടെ ഒക്കെ ആയിരിക്കാം. ഇന്നൊരു ഡ്രസ്സ് ഒരു 1-2 പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ എടുത്തു വെച്ച് ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് എടുക്കുമ്പോൾ അത് ഡാമേജ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാണ് അത് സൂക്ഷിച്ച് ഒരു വസ്ത്രം സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പണ്ടായാലും ഇപ്പോഴായാലും പ്രോപ്പറായിട്ട് കെയർ ചെയ്ത സാരീസ് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ കല്യാണ സാരി ഇപ്പോഴും ഉണ്ട്. ഇറ്റ് കുറേ 60 years അബോ ആയ സാധനങ്ങളല്ലേ. അപ്പോൾ ആ സാരിയൊക്കെ ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഷീ ടുക്ക് കെയർ ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് ആ സാരിക്ക് ആ ഒരു ലാസ്റ്റിംഗ് കിട്ടുന്നത്. വേറൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യുക. ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അലമാരിക്കകത്ത് വെച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി മറന്നു പോകും. തീർച്ചയായിട്ടും ഇതിനെ ഹൗ മച്ച് എവർ യു കെയർ ഇറ്റ് ലാസ്റ്റ് ദാറ്റ് ലോങ്. അതാണ് ഇപ്പൊ കാഞ്ചീപുരം സാരിയൊക്കെ ഇറ്റ് ഔട്ട്ലീവ്സ് ദാറ്റ് ഓണർ എന്നാ പറയുന്നത്. ഇത് എപ്പോഴും ഇതുപോലെ ഒന്ന് എടുത്ത് നിവർത്തി അതിനൊരു 4-5 months ഒരിക്കൽ എടുത്ത് നിവർത്തുക, അതിനൊന്ന് ബ്രീത്ത് ചെയ്യാൻ സമ്മതിക്കുക. ആ ഒരു സിൽക്കായാലും അതൊന്ന് ബ്രീത്ത് ചെയ്യുക. അത് അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ പെസ്റ്റ് എന്തെങ്കിലും കയറാം, എങ്ങനെ വേണമെങ്കിലും സമയം മോയ്സ്ചർ അബ്സോർബ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കെടുത്ത് അതിനെ ഒന്ന് നൂത്ത് മടക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലാസ്റ്റ്. ഈ വാഷ് ചെയ്യേണ്ട രീതികൾ എന്തെങ്കിലും ഉണ്ടോ? ഈ ഡിറ്റർജൻസും ഇതെല്ലാം ഇതിന്റെ ഡാമേജ് വരുത്തുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാഷ് ചെയ്യുന്ന കേരള സാരിയാണോ? ഡ്രൈ ക്ലീൻ ആണ് ബെസ്റ്റ് ഓപ്ഷൻ. അധികം വാഷ് ചെയ്യാതിരിക്കുന്ന അത്രയും നാൾ ലാസ്റ്റ് ചെയ്യും. ഒന്ന് ഹീറ്റ്, ഒരു സാനിറ്റൈസേഷനായിട്ട് ഹീറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് ഒന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാതെ ഒരു മൈൽഡ് ഹീറ്റ് കൊടുക്കുക. അതായത് തണലത്തിട്ട് ഉണക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു കേരള കസവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബാലരാമത്തിന്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കേരള കസവ് സാരി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കാഞ്ചീപുരം സാരി ആയാലും വേണം, ഫ്രണ്ടും ബാക്കും കാണും. വി ഡോണ്ട് ഹാവ് ദാറ്റ്. ഒരേപോലെ തന്നെയാണ് ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും എല്ലാം ഉണ്ടോ. അത് നമ്മുടെ മാത്രം ഒരു വീവിംഗ് സ്പെഷ്യാലിറ്റിയാണ്. ഹാൻഡ്ലൂം പവർലൂം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ ഡിഫറെൻ്റ് ആണ്. പിന്നെ യൂസ് ചെയ്യുന്ന കസവിൻ്റെ ക്വാളിറ്റി, ആ ഒരു ഒറിജിനൽ എന്ന് പറയുന്ന ആ സാധനം പ്യുവർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗോൾഡിൽ ചെയ്തെടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഡെഫിനറ്റ്ലി കാണും. പിന്നെ അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഉണക്ക് പാവ് എന്ന് പറയുമ്പോഴത്തേക്കും റൈസ് സ്റ്റാർച്ചിൽ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്ത് സ്ട്രീറ്റ് സൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഹാൻഡ്ലൂം ചെയ്യുന്നത്. പവർലൂമിൽ പറയുമ്പോൾ അത് സിന്തറ്റിക് സ്റ്റാർച്ച് ആവും, അനിമൽ ഫാറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ്ലി ഉണ്ടാക്കുന്നത്. അത് ഈ നമ്മുടെ ഓർഗാനിക് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ഈ റൈസ് സ്റ്റാർച്ച് അതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കേരള സാരി അതൊന്ന് നിവർത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ഭയങ്കര ഡെലിക്കേറ്റ് ആൻഡ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സീ ത്രൂ അപ്പിയറൻസ് ആണ്. ഒരു നല്ലൊരു ഷിമറിനെസ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ വെറും കോട്ടൺ ആണെങ്കിൽ പോലും, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ കസവ്, പക്ഷെ കോട്ടൺ ആണെങ്കിൽ പോലും ആ ഒരു ത്രെഡിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എങ്ങനെയാണ് ഈ പവർലൂമിന് മാത്രം ഒരു ഹൈപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അതിന്റെ ഡിഫറൻസ് അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. റേറ്റ് കമ്പാരിറ്റീവ്ലി ഒബ്വിയസ്ലി നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് ഉണ്ടാവും. പക്ഷെ മോസ്റ്റ്ലി റേറ്റിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് നമ്മുടെ പ്യുവറിന്റെ ഭംഗി അറിയാത്തത് കൊണ്ടാണ് ദേ ആർ ഓപ്റ്റിംഗ് ഫോർ. നമുക്ക് ധൈര്യത്തിൽ പറയാം, നമ്മുടെ സ്ഥാപനത്തിൽ ഒറിജിനലാണ്, ധൈര്യമായിട്ട് പോകുന്നുള്ളൂ. ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച കസ്റ്റമേഴ്സ് അവർ വേറെ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുപോലെയൊക്കെ മേടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പവർലൂം ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മുടെ പ്യൂർ ആയിട്ടുള്ള ഈ കസവ് സാരീസ് ഇതൊക്കെ ഉപയോഗിച്ചവർ റിവ്യൂ പറയാറുണ്ടോ? ഡെഫിനറ്റ്ലി പറയാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ്. നേരത്തെ ഇപ്പോൾ പവർലൂം വാങ്ങിച്ച് ഹാൻഡ്ലൂം ആണെന്നും പറഞ്ഞ് ഉപയോഗിച്ചവരെ എനിക്കറിയാം. എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ, പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് ആയാലും. ഞാൻ ഇപ്പോൾ ഷോപ്പ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് വി ആർ ഓൺലി പ്രൊവൈഡിങ് ഹാൻഡ്ലൂം സാരീസ്. അപ്പോൾ ദേ ബ്രോട്ട് ഹാൻഡ്ലൂം. അപ്പോൾ ലൈക്ക് ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർ കസവ് സാരി എന്ന് പറഞ്ഞ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനവും നമ്മൾ കൊടുക്കുന്ന സാധനവും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ദേ ഡിഡ്ന്റ് നോ ഇത് രണ്ട് സാധനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫോട്ടോയിൽ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
സെയിം സാധനമല്ല. ഹാൻഡ്ലൂം ഈസ് വേ മോർ സുപ്പീരിയർ. ഓക്കെ, അതിന് ഒരു മാറ്റമില്ല. ഓക്കെ. നമ്മുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല. നമ്മുടെ സ്റ്റോറിൽ നേരിട്ട് വന്നാലാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിൻ്റെയും കോപ്പി ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണത്. അത് എല്ലാ മേഖലയിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലതും പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നേരിട്ട് ഇപ്പം എത്താൻ പറ്റാത്തവർക്ക്, ഇപ്പം നേരിട്ട് നമ്മുടെ സ്റ്റോറിൽ എത്താൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് ആ കളക്ഷൻ കാണാൻ പറ്റും? നമ്മൾ വീഡിയോ കോൾ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പുറത്തുള്ളവർക്കെല്ലാം വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഇപ്പോൾ എക്സ്പേർട്ട് കാണിച്ചു കൊടുക്കും, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. വൈ അവർ സാരി ഈസ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ അധികവും ഡിസൈൻസ് പുറത്ത് പോവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു നമ്മുടെ വെബ്സൈറ്റിലും അധികം ഇടത്തില്ല. കുറച്ച് മേ ബി അതിൻ്റെ ഒരു സൈഡോ കുറച്ചൊക്കെ കാണിക്കും. ഇപ്പോൾ ആൾക്കാർക്ക് അത് കണ്ട് മനസ്സിലാക്കി വാങ്ങണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ദേ കൻ കം ഡയറക്ട്ലി ടു ദി ഷോപ്പ്. ഓക്കെ, ഓപ്ഷൻസ് ഇങ്ങനെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ കർപ്പൂരം യൂസ് ചെയ്യുന്നു പറഞ്ഞേക്കാം, നമ്മൾ ഈ സാരി എല്ലാം മടക്കി വെക്കുമ്പോൾ അത് എന്തിനാണ്? അത് നമ്മുടെ സാരിയെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയാണ്. പെസ്റ്റ് വരാതെ, ഇപ്പോൾ എന്തെങ്കിലും ജീവി വന്ന സാരിയെ കടിക്കാൻ, ഇപ്പം നമ്മൾ ഓർഗാനിക് ആയിട്ട് അല്ലെ സാരി, ഹാൻഡ്ലൂമൊക്കെ ഓർഗാനിക് അല്ലേ, പണ്ടത്തെ സാരിയൊക്കെ ലാസ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ പണ്ടുള്ളവർ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഈ പച്ച കർപ്പൂരം കബോർഡിൻ്റെ എവിടെയെങ്കിലും. അതിപ്പോൾ സാരിക്ക് മാത്രമല്ല എല്ലാ ഫാബ്രിക്സിനെയും ഈ പെസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി ഇതെല്ലാം മാറ്റി ഒരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇപ്പോൾ ഗവൺമെൻറ് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്ന പല ജോലിക്കാരും വേറെ ജോലിക്കൊക്കെ പോകുന്ന അവസ്ഥയിലേക്ക് വന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് ജോലിക്കാരെ കിട്ടുന്നുണ്ടോ? പഴയ വീവേഴ്സ് ഉണ്ട്, കുറച്ച് അവർക്ക് കുറച്ച് ഏജ് ആയി, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ജനറേഷൻ അതിലേക്ക് വരണമെങ്കിൽ ദേ നീഡ് എ പ്രോപ്പർ ഇൻകം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പവർലൂം അതുപോലുള്ള ഇത് വന്ന് ഇവരുടെ ആ ഒരു ഡിമാൻഡ് കുറയുമ്പോൾ ഒബ്വിയസ്ലി ദേ ലുക്ക് ഫോർ അതർ. ഇപ്പോൾ ആരായാലും ദേ വോണ്ട് സ്റ്റിക്ക് ടു ദ സെയിം പ്രൊഫഷൻ അല്ലേ, അവർ മാറി ചിന്തിക്കും, വേറൊരു ഇതിലേക്ക് പോവും. അപ്പോൾ ഇതിന് ഇപ്പോൾ ഇഫ് ദേ ഗെറ്റ് പ്രോപ്പർ സാലറി ആൻഡ് യുനോ പ്രോപ്പർ ഓർഡേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ വിൽ ഓൾസോ ഇതിലേക്ക് വരും. ഓക്കെ, എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ പർച്ചേസിന് പോണ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നു, ആദ്യമായിട്ട് ഇതിൻ്റെ പർച്ചേസിന് പല ഗ്രാമങ്ങളിലും ചെന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം ചെന്ന എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് പറയാനില്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഫോർ ദ വീവേഴ്സ് ടു ട്രസ്റ്റ് യു. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ലൂമുണ്ട്, നമ്മുടെ വീവേഴ്സ് കുറേ സ്റ്റോറി പറഞ്ഞു, അവരുടെ ട്രസ്റ്റ് അവരെന്നാലും അവർ ട്രസ്റ്റഡ് കുറേ കടയുണ്ട്, ഞാൻ അവിടെ കൊടുക്കുള്ളൂ എന്നുള്ളൊരു ഇതുള്ള ആൾക്കാരാണ്. അവരെ കൺവിൻസ് ചെയ്യുന്നത് ഇസ് നോട്ട് ഈസി. അതെ, അവർക്ക് നമ്മൾ അറിയത്തില്ലല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് സാരിയെ പറ്റി അറിയാം. പിന്നെ ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ പറ്റിക്കാനും നോക്കും. എല്ലാരും പറഞ്ഞു കേൾക്കാം, നമ്മൾ ആദ്യമായിട്ട് പർച്ചേസിന് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു റൈറ്റ് പ്ലേസിലായിരിക്കില്ല നമ്മൾ പോയി ചെല്ലുക. പലരും നമ്മളെ പറ്റിക്കാൻ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ്ലൂം ഈസ് ഹാൻഡ്ലൂം. അപ്പോൾ ഹാൻഡ്ലൂമിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം ഒറിജിനൽ ഏതാണ്. അപ്പോൾ അധികം അങ്ങനെ പറ്റിക്കാൻ ആരും നമ്മൾ ശ്രമിച്ചിട്ടില്ല. പിന്നെ വി ഹാവ് ഡൺ അവർ റിസർച്ച് ബിഫോർ ഗോയിങ്. ഒരു റിസർച്ച് ചെയ്തിട്ടാണ് പോയത്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ സാരി എന്ന് പറയുമ്പോൾ കാഞ്ചീപുരത്തെ അവിടുത്തെ ഒരു വൈബ് വേറെയാണ്. ദ വേ ദേ ഹാൻഡിൽ ദ സാരി, അത് കാണേണ്ട ഒരു കാഴ്ച. കാരണം ആ വീവേഴ്സ് ദേ ടേക്ക് കെയർ ഓഫ് എ സാരി ലൈക്ക് എ ബേബി. ഒരു കുഞ്ഞിനെ എടുത്ത് അതിനെ ഇങ്ങനെ ഭയങ്കര റെസ്പെക്റ്റോടെ, അത് ഭയങ്കര ഒരു ഫീലാണ്. അത് ഒരു മേ ബി ബിക്കോസ് അവർക്കറിയാം അതിൻ്റെ ബാക്കിലത്തെ ഹാർഡ് ലേബർ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ വി ലുക്ക് അറ്റ് അവർ സാരീസ് ഡിഫറെൻ്റ്ലി. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ഒരു ഡിവൈൻ സാധനം ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ്. അതെ, അവരവിടെ നമ്മുടെ കൈത്തറി, നമ്മുടെ കസവ് സാരീസ് ഒക്കെ ആണെങ്കിലും 5 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കസവ് സാരി ഇത് വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ നമ്മൾ മലയാളികൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം, ഇത് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണെന്നറിയാം. മറ്റുള്ള വിദേശ രാജ്യങ്ങളിലോ ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് അതിന്റെ റിവ്യൂ എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഈ അടുത്ത് തന്നെ എൻ്റെ സിസ്റ്റർ UK-ലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബിസിനസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഫ്രണ്ട്സ് കുറച്ച് ഫോറിൻ
പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ മുണ്ടൊക്കെ കൊണ്ടു കൊടുത്തായിരുന്നു. അപ്പോൾ അവരതെല്ലാം ഫോർ ദം ഇറ്റ്സ് ലൈക്ക് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് സാരി ആയാലും ഉടുക്കാൻ അറിയില്ല. അപ്പോൾ ഷീ ഹെൽപ് ദം ആൻഡ് യുനോ ടു ഡ്രസ് അപ്പ്. അപ്പോൾ അവർ പറയാ ഇത്രയും നല്ലൊരു ഫാബ്രിക് ദേ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ബിഫോർ. ആ ഒരു ദാറ്റ് വാസ് വെരി എന്താ പറയുക, കേൾക്കാൻ ഭയങ്കര സുഖമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ഇറ്റ് ടു മോർ പീപ്പിൾ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു വാല്യൂ എപ്പോഴും കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും അവിടെ. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിന്റെ പുറത്തുള്ളവർ നമ്മുടെ കേരള ഈ കസവ് സാരിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇങ്ങോട്ടേക്ക് വരാറില്ലേ? വരാറുണ്ട്. അത് നമുക്കൊരു പ്രൗഡ് അല്ലേ? പിന്നെ നമ്മൾ അന്വേഷിച്ച അധികം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് നമ്മൾ സ്റ്റോർ വെച്ചത് തന്നെ ബാക്കി അവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണല്ലോ അധികവും പുറത്തുള്ളവർ വരുന്നത്. അപ്പൊ പത്മനാഭന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെ കേരളത്തിന്റെ പ്യുവർ സാരി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ അവിടെ വെച്ചേക്കുന്നത്. അടിപൊളി. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു ഏരിയയും കൂടിയാണത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ തന്നെ നെയ്യുന്ന ഈ വസ്ത്രങ്ങൾക്ക് നമ്മുടെ ഒരു ഡിസൈൻ അല്ലേ കൊടുക്കുന്നത്? നമ്മുടെ ലൂമിൽ ചെയ്യുന്നതിനെല്ലാം നമ്മുടെ ഓൺ ഡിസൈൻ. അത് ആരുടെ ഐഡിയ ആണ്? മോസ്റ്റ്ലി ഞാൻ അല്ലെങ്കിൽ അച്ഛൻ നമ്മൾ തന്നെയാണ്. അച്ഛൻ തന്നെയാണ്. ഹീ ഈസ് എ മാൻ വിത്ത് എ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കല്യാണ സാരി ആയാലും ഇപ്പം എന്ത് ഫങ്ഷൻ ആയാലും അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞാലേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ ഐ ഓൾവേസ് ട്രസ്റ്റ് ഇൻ ഹിസ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഡിസൈൻസ് ആയാലും ഞാനും അച്ഛനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ആയിരിക്കും ചെയ്ത് ഇറ്റ് വിൽ ഓൾവേസ് കം ഔട്ട് വെരി വെൽ. നൈസ് നൈസ്. അടിപൊളി. ഒരു പ്രൊഫഷൻ ഡോക്ടറാണ് അല്ലെ? ഡോക്ടറായിട്ടാണ് ഇപ്പോൾ അതും രണ്ടും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? I have chosen a profession which resonate with my passion. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എസ്തെറ്റിക് മെഡിസിനിലാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്യൂട്ടി. എനിക്ക് തോന്നുന്നു ഒരു സാരിയെക്കാട്ടിലും ഒരു വിമനെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സാധനം ഇല്ലെന്നാണ്. സാരി ഉടുക്കുമ്പോൾ ഒരു ഐ ഡോണ്ട് നോ ഇറ്റ്സ് സോ എംപവറിങ്. ഞാൻ ബിക്കോസ് ഐ ആം എ വിമൻ ഐ നോ സാരി ഉടുക്കുമ്പോൾ വരുന്ന ആ ഒരു ബ്യൂട്ടി യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഇൻ എനി അതർ കോസ്റ്റ്യൂം. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മളെക്കാട്ടിയും അറിവ് അവർക്കുണ്ട്. പ്രത്യേകിച്ച് അച്ഛനൊക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ പ്രായമായ നമ്മുടെ കസിൻസ് എല്ലാവരും പറഞ്ഞു തരാറുണ്ടോ? ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടോ അവർ? ഡെഫിനറ്റ്ലി. ക്വാളിറ്റി ചെക്കിന് എൻ്റെ വീട്ടിൽ തന്നെ ആവശ്യം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ സാരിയുടെ ഫസ്റ്റ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ ഏതെങ്കിലും ഡിസൈനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിട്ട് അച്ഛൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ കാണിക്കും. കുറച്ച് ഏജ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ദേ ഡു ദ ഡിഫറൻസ്. പണ്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെ. അപ്പോൾ ദേ അപ്രീഷിയേറ്റ് ഇത് അതേപോലെ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെ റെയർ ആണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ റിയലി അപ്രീഷിയേറ്റ്. പാരമ്പര്യം നമ്മൾ നിലനിർത്തുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. അതെ. ഓക്കെ. എന്താണ് ഇനി ലൂംസിന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ്, എന്തൊക്കെയാണ്? നമ്മുടെ ഒരു എയിം, നമ്മുടെ ഒരു മെയിൻ മിഷൻ എന്ന് പറയുന്നത് ഗ്ലോബലി ഒരു ഹാൻഡ്ലൂം മാർക്കറ്റ് ലൂംസിൻ്റെ കാരണം ഇന്ത്യൻ ഹാൻഡ്ലൂംസിനൊരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാവണം. അതാണ് നമ്മുടെ മെയിൻ മിഷൻ. ഓക്കെ. ഈ കസ്റ്റമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ തിരിച്ചു പോയത്. നമ്മൾ എല്ലാവർക്കും ഒരു പേഴ്സണലൈസ്ഡ് എന്താ പറയുക ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും യു ഡോണ്ട് ഹാവ് ടു ബൈ, യു ക്യാൻ കം ആൻഡ് എക്സ്പീരിയൻസ് ആ റിയൽ എന്താണ്, ആ പ്യുവറിൻ്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ യു ക്യാൻ ഓൾവേസ് കം വിസിറ്റ് ആ ഷോപ്പ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ ഹാൻഡ്ലൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇന്ത്യയിലും ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലായിട്ട്. ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളത് നമുക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവർക്ക് സന്തോഷമാവുന്ന രീതിയിൽ ഇതെല്ലാം നമ്മുടെ ഷോപ്പിലെത്തും? ഡെഫിനറ്റ്ലി എത്തും. ഇപ്പോൾ ബിക്കോസ് ഐ എം പ്രഗ്നന്റ് ഐ കാൻ ട്രാവൽ മോർ. എനിക്ക് നേരിട്ട് പോയി വീവേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് അത് ഫസ്റ്റ് ഐ ഹാവ് ടു എക്സ്പീരിയൻസ് ഹൗ ദേ ആർ മേക്കിംഗ് ഇറ്റ്. അതെല്ലാം കണ്ട് എന്നാൽ മാത്രമേ എനിക്കത് എൻ്റെ ഷോപ്പിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ കുറച്ചൊരു ഡിലേ വരുന്നതേ ഉള്ളൂ. മോസ്റ്റ്ലി ഞാൻ പോയിട്ടുള്ള സ്ഥലത്തുള്ള എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഇപ്പോൾ കാഞ്ചീപുരം ഞാൻ പറഞ്ഞില്ലേ, കാഞ്ചീപുരത്ത് പോയി അതൊരു ഐ ഓപ്പണിംഗ് എക്സ്പീരിയൻസ്. നമുക്ക് ബാലരാമപുരത്ത് അറിയുന്ന പോലെ കാഞ്ചീപുരം അറിയണം. നമ്മൾ അറിഞ്ഞാലേ വി ക്യാൻ സെൽ ഗുഡ് പ്രോഡക്ട്സ്. ശരിക്കും 2 മാസം കൊണ്ട് തന്നെ നമ്മൾ വളരെ മനോഹരമായിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക മുത്തച്ഛനായിട്ട് തുടങ്ങി വെച്ച
അല്ലെങ്കിൽ പാരമ്പര്യം അത്രയും വലിയൊരു പാരമ്പര്യം ഇറക്കി വെച്ച് നിന്ന് പോയെങ്കിലും നമ്മൾ വളരെ ശക്തമായി അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നത് മാത്രമല്ല, അതിനാദ്യം ഒരുപാട് നന്ദി പറയുക കേട്ടോ. കാരണം ആ ഒരു പാരമ്പര്യം നിലനിർത്തിയതിന്, ആ ഒരു എഫേർട്ട് എടുത്തതിന്, പ്ലസ് അതേപോലെ തന്നെ അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഇപ്പോൾ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് കസ്റ്റമേഴ്സ് എല്ലാം അത് മേടിച്ചുകൊണ്ട് വന്നത്. നമുക്ക് പലരും മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ ഇവരെ കുറിച്ചൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, ഇത് ആളുകൾ അറിയണം എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്തായാലും ഇതേപോലെ തന്നെ ഇത് കുറച്ച് ലേറ്റായി പോയത് ഞങ്ങൾ പറയുള്ളൂ, ഇത് നേരത്തെ എത്തണം ഒരു ആളുകളിലേക്ക്. എന്തായാലും ഒരുപാട് ആളുകളിലേക്ക്, ലോകത്തുള്ള എല്ലാവരിലെത്തിക്കും നമ്മുടെ ബാലരാമപുരം, നമ്മുടെ സ്വന്തം ഈ പ്രൊഡക്ട്സ് എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.